അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമവുമായി ബന്ധപ്പെട്ട വിവരം, അതിനുശേഷം തുടർന്ന് വന്ന കാര്യങ്ങളൊക്കെ DME അടക്കം വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഇപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട DMEക്ക് ഇക്കാര്യത്തിൽ എന്താണ് കൂടുതലായി പറയാനുള്ളത് എന്ന് നോക്കാം. DMEക്കൊപ്പം ഷിജോ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിവാദമായൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ആരോഗ്യരംഗം അതിൻ്റെ പേരിൽ വലിയ തരത്തിൽ വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് DME തലത്തിലുള്ള അന്വേഷണമാണ് നടന്നു വരുന്നത്. ഡോക്ടർ വിശ്വനാഥ് ഇപ്പോൾ മീഡിയനൊപ്പം ചേരുകയാണ്. DME ആണ്, DMEയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നു വരുന്നത്. ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിവാദമായി. ഈ ഒരു ഘട്ടത്തിൽ ഡോക്ടർക്ക് DMEക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, അദ്ദേഹത്തിൻ്റെ പറഞ്ഞ കാര്യങ്ങളും നമ്മുടെ ഈ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പൂർണ്ണതോതിൽ പരിശോധിക്കാനായിട്ട് ഒരു കമ്മിറ്റി സർക്കാർ തലത്തിനെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കമ്മിറ്റിയുടെ ഫോർമേഷൻ ആയ ഉടനെ തന്നെ അവർ ഇതിലോട്ട് പോകും, അന്വേഷണത്തിലോട്ട് പോകും. അന്വേഷിച്ച ശേഷം ബാക്കിയുള്ള തീരുമാനങ്ങൾ പറയാം. ഡോക്ടറെ, 4 അംഗ സമിതി എങ്ങനെയാണ് ഈ അന്വേഷണം നടത്തുക? ഏതൊക്കെ രീതിയിലാണ്? എന്താണ് അന്വേഷിക്കുക? അല്ല, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത് സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ HDSൻ്റെ പർച്ചേസിൻ്റെ കാര്യങ്ങളും മറ്റേ ഇതിലെന്തെങ്കിലും ഡിലേ വന്നിട്ടുണ്ടോ, പിന്നെ ഹാരിസ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വിഷയമുണ്ടോ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. ഇപ്പോൾ ഹാരിസ് ഡോക്ടർ പറയുന്നൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത്, എല്ലാവർക്കും ഭയമാണ്. മറ്റു പല വകുപ്പ് മേധാവിമാരും ഇതൊന്നും പറയാത്തത് ഭയം കൊണ്ടാണ്. താനും ഇത്രയും കാലം ഭയപ്പെട്ടിരുന്നു, പക്ഷേ ഇനി ഭയപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി മെഡിക്കൽ കോളേജുകളിലുണ്ടോ? കേരളത്തിലെ തിരുവനന്തപുരം അടക്കമുള്ള മറ്റു മെഡിക്കൽ കോളേജുകൾ അടക്കമുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എന്നാലും അന്വേഷിക്കാം. ആ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞായിട്ട് നമ്മുടെ അറിവിൽ വന്നിട്ടില്ല. ഇപ്പോൾ DME എന്ന നിലയിൽ താങ്കൾ ചാർജ് എടുത്തിട്ട് അധിക കാലമായില്ല, പക്ഷേ ഒരു ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കാനായിട്ട് കാലം കുറയായി. അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിനെ വിശ്വസിക്കുന്ന കുറേയധികം രോഗികളുണ്ട്. അവർക്ക് ഈ ഒരു ചെറുതല്ലാത്ത ഒരു ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് DME തലത്തിലുള്ള ഉദ്യോഗസ്ഥർ കാണുന്നത്? തീർച്ചയായിട്ടും ഇന്നലത്തെ ആ ഒരു പ്രസ്താവനയും ആ വാർത്തയും വന്നതിന് ശേഷം ജനങ്ങളുടെ ഇടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. എന്നാൽ തന്നെയും ഒരുപാട് ജനങ്ങൾ ഈ മെഡിക്കൽ കോളേജിനെ വിശ്വസിച്ച് വരുന്നവരാണ്. അവരുടെ വിശ്വാസം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. ഇവിടെ വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പിന്നെ ചിലപ്പോൾ ചില ഉപകരണങ്ങളുടെ പ്രവർത്തനമില്ലാത്തത് കൊണ്ട് കുറച്ച് ഡിലേ വരുന്നു എന്നല്ലാതെ വേറെ ചികിത്സയുടെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ചികിത്സാ ഉപകരണങ്ങളുടെ ക്വാളിറ്റിയിലോ ഒന്നും ഒരു ഇതും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമാണ്. സർക്കാർ സ്ഥാപനവും സർക്കാർ മേഖലയിലുള്ള മെഡിക്കൽ കോളേജുകളും എല്ലാം തന്നെയും ആരോഗ്യ മേഖലയിലുള്ള എല്ലാം ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും എല്ലാവരും തന്നെ അതിനുള്ള കഴിവുള്ളവരാണ്. ഇതിനകത്ത് DME പല കാര്യങ്ങളെയും വൈറ്റ് വാഷ് ചെയ്യുന്നു. DMEയും സൂപ്രണ്ടും മറ്റ് പ്രിൻസിപ്പളും അടക്കമുള്ള ആളുകൾ എല്ലാ കാര്യങ്ങളെയും വൈറ്റ് വാഷ് ചെയ്യുകയാണ്. ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങളെ വേണ്ടത്ര പരിഗണന നൽകുന്നില്ല, അതിനെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു വൈറ്റ് വാഷ് നടക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. വൈറ്റ് വാഷിൻ്റെ ഒരു ഇത് തന്നെ നമ്മൾ അങ്ങനെ ഒരു ഇത് ആലോചിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, നമ്മൾ സമഗ്രമായിട്ട് അന്വേഷണം വേണമെന്ന് മന്ത്രി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ആ അന്വേഷണം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ അതിനനുസരിച്ചുള്ള നടപടികൾ. ഇപ്പോൾ എവിടെയാണോ ഇത് വന്നിരിക്കുന്നത് അത് പൂർണ്ണമായിട്ട് അന്വേഷിക്കും. ഇപ്പോൾ ഡോക്ടറെ, ഒരു സർക്കാർ സർവീസിലിരിക്കുന്ന ഒരു വകുപ്പ് മേധാവി തന്നെ, ഇപ്പോൾ താങ്കളും ഒരു വകുപ്പിൻ്റെ മേധാവിയായിട്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ വകുപ്പ് മേധാവി തന്നെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായത് അത്ര നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ? അദ്ദേഹം പറഞ്ഞതിൻ്റെ എന്താണ് അതിൻ്റെ പിറകിലുള്ള കാര്യം എന്നുള്ള അന്വേഷിക്കണം. അദ്ദേഹത്തിനടുത്ത് ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ അദ്ദേഹത്തിനെ കൂടി നമ്മൾ അന്വേഷിച്ചിട്ട് ബാക്കിയുള്ള തീരുമാനങ്ങളായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ ഇപ്പോൾ ആസ് ഓഫ് നൗ നമ്മൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നലെ തന്നെ കമ്മിറ്റിയിൽ തീരുമാനമെടുത്തത്. ഈ ഉപകരണം വാങ്ങുന്നതിനകത്തുണ്ടായിട്ടുള്ള ഡിലേ അല്ലെങ്കിൽ അങ്ങനെ ആ ഉപകരണത്തിൻ്റെ വില അടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റമുണ്ടായിരുന്നു DME ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഉപകരണം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് പ്രാഥമികമായിട്ട്, ഇപ്പോൾ ഇന്നലെ ഏതാണ്ട് ഒരു 24 മണിക്കൂർ പിന്നിടുകയാണ്, പ്രാഥമികമായിട്ട് അങ്ങേക്ക് മനസ്സിലായത് എന്താണ്? ഇത് അദ്ദേഹത്തിൻ്റെ ഒരു റിക്വസ്റ്റ് അനുസരിച്ചാണ് ഈ ഉപകരണം മേടിക്കുന്നത്. അത് 3 നമ്പർ വെച്ചാണ് മേടിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ജൂണിൽ മേടിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഡിസംബറിൽ മേടിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഈ ഫെബ്രുവരിയിൽ മേടിച്ചിട്ടുണ്ട്, പിന്നെ ഏപ്രിലിൽ അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അത് എല്ലാം 1 ലക്ഷത്തിന് മേളിലായതുകൊണ്ട് അതിൻ്റെ ഒരു ടൈം ഇതുണ്ടല്ലോ, നമുക്ക് HDS ചെയർമാൻ്റെ അപ്രൂവൽ വേണം. അപ്പോൾ ആ അപ്രൂവൽ എനിക്ക് തോന്നുന്നു ജൂൺ 19-ാം തീയതിയാണ് വന്നത്. അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്, പർച്ചേസായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോഴും ഹാരിസ് ഡോക്ടർ ഇപ്പോഴും പറഞ്ഞ കാര്യത്തിനകത്ത് ഉറച്ചു നിൽക്കുകയാണ്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനൊരു അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം മെഡിക്കൽ കോളേജുകളിലുണ്ട്, അത് ഞാൻ ഒരു വൈകാരികത പുറത്ത് എഴുതിയിട്ടതല്ല, ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്, അതിനെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യണമെന്ന് അദ്ദേഹം ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏത് അന്വേഷണവുമായിട്ട് സഹകരിക്കും, എന്ത് വന്നാലും കുഴപ്പമില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അതിനെ ഞങ്ങൾ ആ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതല്ലേ?
നമ്മൾ അതിനാണ് അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. അതനുസരിച്ച് അന്വേഷണ കമ്മിറ്റി തീരുമാനം എടുക്കട്ടെ. അതിലെന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർ തീരുമാനിക്കും. എത്ര ദിവസം കൊണ്ട് അന്വേഷണം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? ഉടനെ തുടങ്ങാനാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശം. അപ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ച് തുടങ്ങിയിട്ട് അതിൻ്റെ ഏതൊക്കെ വശങ്ങൾ നോക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടായിരിക്കും അതിൻ്റെ അന്തിമ റിപ്പോർട്ട് വരിക. ഡോക്ടർ, നമ്മുടെ മെഡിക്കൽ കോളേജിലെ വിവിധങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, ന്യൂറോളജി, കാർഡിയോളജി, നെഫ്രോളജി, അങ്ങനെ തുടങ്ങി പല ഓർത്തോ അടക്കമുള്ള ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അവിടേക്കുള്ള എല്ലാ ഉപകരണങ്ങളുടെയും ഒരു കണക്കെടുത്തിട്ടുണ്ടോ? എല്ലാ ഉപകരണങ്ങളിലും എന്തെങ്കിലും ഷോർട്ട് ലിസ്റ്റ് എടുത്ത് ചെയ്തിട്ട് എന്തെങ്കിലും കുറവുണ്ടോ, അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? അത് ഒരു നല്ല ചോദ്യമാണ്. കാര്യം നമ്മൾ ഇൻവെന്ററി സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്തു. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലാണ്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ അതിൽ എല്ലാം എക്യുപ്മെൻറ്റ്സിനെ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ AMC CMC ഉൾപ്പെടെ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ എന്നാ പർച്ചേസ് ചെയ്ത് അതിൻ്റെ വാറണ്ടി ഉൾപ്പെടെയുള്ള സകലമായ കാര്യങ്ങളും അതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് ഈ ഉപകരണങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരിത് കിട്ടും. അതുപോലെ തന്നെ ബഡ്ജറ്റിൽ വെക്കാനുള്ള AMC CMCയുടെ ഫണ്ടിൻ്റെ കാര്യം എല്ലാം നമുക്ക് ഇതിൽ ലഭ്യമാവും. അപ്പോൾ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം എന്തായാലും ഈ എക്യുപ്മെന്റ്സിന്റെ ഫംഗ്ഷനിങ്ങിനെ കുറിച്ച് ഒരു മോണിറ്ററിംഗ് സിസ്റ്റം എന്തായാലും ഉണ്ടാവും. ഇൻവെന്ററി ലിസ്റ്റ് നല്ലത് തന്നെയാണ്. പക്ഷെ അത് ഇപ്പൊ തന്നെ പ്രാവർത്തികമായി നടപ്പിലാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അതിൽ നടപ്പിലാക്കുന്നുണ്ട്. പോരാതെ നമുക്കൊരു ബയോമെഡിക്കൽ വിങ് ഉണ്ട്. എല്ലാ മെഡിക്കൽ കോളേജിലും ബയോമെഡിക്കൽ വിങ് ഉണ്ട്. അവരിതിൻ്റെ ഫംഗ്ഷനിങ് അവർ അസസ് ചെയ്ത് വരികയാണ്. അതനുസരിച്ചുള്ള റിപ്പയർസ് നടക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. പിന്നെ ഇത് വന്നിരിക്കുന്നത് ഡിസ്പോസിബിൾ ഐറ്റമിൻ്റെ പർച്ചേസിലാണ്. അപ്പോൾ അതിലെന്താണെന്നുള്ള കാര്യമാണ് അന്വേഷിക്കേണ്ടത്. അല്ലാതെ എക്യുപ്മെൻ്റ് ഷോർട്ടേജ് ഒന്നും തന്നെ ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. DMI തലത്തിലുള്ള ചില കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു, അന്വേഷണം നടത്തും, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. ആസ് എ ഡോക്ടർ എന്ന നിലയിൽ ഇങ്ങനൊരു തുറന്നു പറച്ചിൽ ഒരു വകുപ്പ് ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഒരു സർക്കാർ വകുപ്പിലെ ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ ഡോക്ടർ എന്ന നിലയിൽ എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് ആ പോസ്റ്റിനെ കാണുന്നത്? അതൊരു ഗവൺമെൻറ് എംപ്ലോയി ആയിരിക്കെ അങ്ങനെ ഒരു പോസ്റ്റ് വരാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം. അതനുസരിച്ച് നമ്മുടെ സർവീസ് റൂൾസിൻ്റെ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും കൂടി നോക്കണം. ജിൽസി, എന്തായാലും DME ഡോക്ടർ വിശ്വനാഥാണ് മീഡിയ വണ്ണോട് എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നൊരു കാര്യം, 4 അംഗ സമിതിയുടെ അന്വേഷണം ഉടൻ തുടങ്ങും. അന്വേഷണം തുടങ്ങിയതിന് ശേഷം മാത്രം കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ. ആരോഗ്യമന്ത്രി സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡോക്ടർ വിശ്വനാഥൻ DME അടക്കമുള്ള ആളുകളുടെ മേൽനോട്ടത്തിൽ വളരെ വേഗം തന്നെ അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചത്, പർച്ചേസിംഗിലടക്കം എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് കണ്ടെത്തും എന്നുള്ള കാര്യങ്ങൾ കൂടി DME പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജുകളിൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലുമുള്ള എല്ലാ ഉപകരണങ്ങളുടെയും ലിസ്റ്റ്, ഇൻവെന്ററി ലിസ്റ്റ് തയ്യാറാക്കുന്ന DMEയുടെ വാക്കുകളാണ് കേട്ടിരിക്കുന്നത്. ഒരു കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും. നേരത്തെ ഹാരിസ് ചിറക്കൽ നടത്തിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടെന്നുള്ള കാര്യമാണ് പറഞ്ഞത്.